ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിച്ച് കിച്ചൺ സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഇതിനായിട്ട് നമ്മൾ ബോക്സുകൾ ആദ്യം തന്നെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിച്ചൺ സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ബോക്സുകൾ നമ്മുടെ കയ്യിലുള്ള അളവനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഐറ്റംസും ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റൗവ്, അതുപോലെ തന്നെ വാഷ് ബേസിൻ ഉണ്ടാക്കുന്നുണ്ട്, വാഷിംഗ് മെഷീൻ ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു ഫ്രിഡ്ജ്, പിന്നെ ഒരു ഓവൺ. ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടോട്ടൽ 5 ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കിച്ചൺ സെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ബോക്സ് നമ്മൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. മുൻഭാഗം മാത്രമേ ഞാൻ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്യുന്നുള്ളൂ. ഇത് നിർബന്ധമൊന്നുമില്ല. കാണാൻ കുറച്ചും കൂടി ഒരു വൃത്തി തോന്നണമെങ്കിൽ ഒട്ടിക്കാം. വേണമെങ്കിൽ നമുക്ക് കളർ പേപ്പറും നല്ല പേപ്പറൊക്കെ വെച്ച് ഒട്ടിക്കാം. പക്ഷെ അത്രയും ഒക്കെ ഒരു പൈസ കളഞ്ഞ് പേപ്പറൊന്നും വെക്കേണ്ട കാര്യമില്ല. ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്താലും കുഴപ്പമില്ല. കാരണം നമുക്ക് വെക്കേഷൻ സമയത്ത് കുറച്ച് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കിച്ചൺ സെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പേപ്പർ ഉപയോഗിച്ച് ആ ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് സ്റ്റൗവാണ്. ഇതിനായിട്ട് നമ്മൾ സ്റ്റൗവിൻ്റെ ബർണറായിട്ട് വെക്കാനായിട്ട് 4 CD ആണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം കാർഡ്ബോർഡോ പേപ്പറോ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് സ്റ്റിക്ക് ചെയ്തിട്ട് സ്റ്റൗവിൻ്റെ ബർണറിൻ്റെ പോലെ അതുമ്മേ മാർക്കർ ഉപയോഗിച്ചൊന്ന് വരച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ബോട്ടിലിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പുള്ള ഒരു ഐറ്റം നമ്മൾ സ്റ്റൗവിൻ്റെ നോബായിട്ട് യൂസ് ചെയ്യാനായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് ഇതുപോലത്തെ ഷേപ്പിലുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്താൽ മതി. ഇനി ഞാൻ മാർക്കർ ഉപയോഗിച്ച് ഈ CD മുകളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. പഴയ CD ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കത്തരയും അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ടൂൾസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കാൻ മറക്കരുത്. കാരണം കൈയൊക്കെ മുറിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും, വെക്കേഷനാകെ നാശവും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സ്റ്റൗ വെച്ചിരിക്കുന്ന തൊട്ട് താഴ്ഭാഗത്തായിട്ട് നമുക്ക് 2 ഷെൽഫ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഷെൽഫ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ഡോറ് നമ്മൾ ഏതൊരു ബോക്സുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ 3 സൈഡ് മാത്രം കട്ട് ചെയ്യുക, ഒരു സൈഡ് കട്ട് ചെയ്യാതെ വെക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡോറ് പോലെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു ഡോറുമ്മേ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് തുറക്കാനും അടയ്ക്കാനും ഈസി ആയിരിക്കും. സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഫെവിക്കോൾ ആയാലും യൂസ് ചെയ്യാം. ഹോട്ട് ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും, അപ്പോഴത്തേക്കും ശ്രദ്ധിക്കുക. ഇനി ഒരു കാർഡ്ബോർഡിൻ്റെ ബോർഡുമ്മേ ഒരു കളർ പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റൗവിൻ്റെ പിന്നിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ഇതുമ്മേ നമ്മൾ സ്പൂണൊക്കെ ഹാങ് ചെയ്യാനുള്ള ഹുക്സും അതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ബോർഡ് ഞാൻ ഗ്ലൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ടോ ഈ ഒരു സ്റ്റൗവിൻ്റെ പിൻഭാഗത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബോർഡുമ്മേ നമ്മൾ എന്തെങ്കിലും കുഞ്ഞ് ഹുക്കുകളോ അങ്ങനെയുള്ള ഐറ്റംസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ സ്പൂണോ പാത്രങ്ങളോ ഒക്കെ ഹാങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഹുക്കുകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് കമ്പിയുടെ അങ്ങനെ വളച്ചെടുത്തിട്ട് S ഷേപ്പിൽ വളച്ചെടുത്തിട്ട് അത് നമുക്ക് ഈ ഒരു ബോർഡുമ്മേ ഹാങ് ചെയ്താലും സ്പൂണൊക്കെ ഹാങ് ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റൗ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രിഡ്ജാണ്. ഇതിനായിട്ട് ഈ ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിനെക്കാട്ടും നീളം കൂടിയൊരു ബോക്സാണ് വേണ്ടായിരുന്നത്, നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഇത്രയും 3 ബോക്സ് എടുത്തിരിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ ഷെൽഫ് കട്ട് ചെയ്ത അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറ് വരുന്ന രീതിയിൽ നമ്മൾ 2 ഡോറ് മുകളിലും താഴ്ത്തായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ പീസ് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഫ്രിഡ്ജിലുള്ള പോലെ 2 തട്ടായിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ ഒരു ബോക്സ് കവർ ചെയ്യണമെങ്കിൽ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കവർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വൈറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് മുൻഭാഗത്തെ ഉള്ള പോർഷൻ മാത്രം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈസിയാണ് അത് ഫുള്ളായിട്ടും കവർ ചെയ്യുന്നത്. കാരണം ഇത് കവർ ചെയ്യാനാണ് എനിക്ക് ഇത്തിരി മടി തോന്നുന്ന ഒരു പണി. നല്ല ക്ഷമ വേണം കേട്ടോ. ബോക്സ് ഫുള്ളും ഈ ഒരു ഷേപ്പിലേക്ക് കവർ ചെയ്തെടുക്കാൻ, ഏത് ബോക്സ് കവർ ചെയ്യണമെങ്കിലും കേട്ടോ. അപ്പോൾ അതെനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കവർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് ഭംഗിയായിട്ടിരിക്കുന്നത് വെച്ചിട്ടാണ് നമ്മളിത് ഫുൾ കവറൊക്കെ ചെയ്യണം കേട്ടോ. അത് വേണ്ടെങ്കിൽ ചെയ്യണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ ഇസ ഇത് ഫുള്ളായിട്ടും കവർ ചെയ്ത് ദേ ഈ കാണുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുൻഭാഗത്തായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ഫ്രിഡ്ജിൽ ഇതുപോലെ ഒരു ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു സ്വിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങൾ അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് നമുക്ക് നമ്മുടെ ഈ ഫ്രിഡ്ജിൽ എഴുതി വെക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനൊരു കാർഡ് എഴുതി അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഹാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കണമെങ്കിൽ അത് പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഹാൻഡിൽ ഇല്ല, നമ്മുടെ ഫ്രിഡ്ജിന് ഇങ്ങനെയാണ് വരണേ. അപ്പോൾ നമ്മളൊരു സിൽവറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഈ ഡോർ എപ്പോഴും ക്ലോസ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് ഒരു പീസ് ഇത് ഒട്ടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രിഡ്ജിൻ്റെ പണി നല്ല ഈസിയാണ് ഫ്രിഡ്ജ് ഉണ്ടാക്കാനായിട്ട്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഷ് ബേസിനാണ്. ഇതിനായിട്ട് ഞാൻ കാർഡ്ബോർഡ് ബോക്സുമ്പോൾ നേരത്തെ ഈ ഒരു ബ്രൗൺ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, മുൻഭാഗത്ത് മാത്രമാണ് ഒട്ടിച്ചത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ വാഷ് ബേസിൻ പോലെ തോന്നത്തക്ക രീതിയിൽ ഒരു പാത്രം എടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക്കോ സ്റ്റീലോ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക, പഴയ പാത്രം എടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് സർക്കിൾ ഷേപ്പിലാണല്ലോ ഈ പാത്രം, അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ റൗണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പാത്രത്തിൻ്റെ അത്രയും വലിയ അളവുള്ള സർക്കിൾ കട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പാണെങ്കിൽ അത് കട്ട് ചെയ്യരുത്, കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്യാം. ഈ പാത്രത്തിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം നമ്മൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണേ. അപ്പോൾ ചെറിയൊരു സർക്കിൾ ആദ്യം ഞാൻ കട്ട് ചെയ്തു, പക്ഷെ അത് വല്ലാതെ ചെറുതായി പോയി. അപ്പോൾ ആ പാത്രം വെച്ചപ്പോൾ അതിൽ കറക്റ്റ് കൊണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത കുറച്ചും കൂടി അതിൻ്റെ വട്ടം കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി കൂട്ടി കൊടുത്തപ്പോൾ ഈ ഒരു പാത്രം വെച്ചപ്പോൾ കറക്റ്റായിട്ട് ഇത് ഫിറ്റായി. ഇതിലും കാട്ട് വലുപ്പമായിരുന്നെങ്കിൽ പാത്രം ഉള്ളിലേക്ക് വീണു പോകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി പൈപ്പ് പോലെ ഷേപ്പുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ അടുത്തത് ഇവിടെ വെച്ച് കൊടുക്കണം. ഞാനെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലിൻ്റെ ഇതുപോലെയുള്ളൊരു ഇതുണ്ടാവുമല്ലോ, ആ ഐറ്റമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പൈപ്പ് പോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അത് അതിലേക്ക് കടത്തി വെച്ചു. നമുക്ക് പാത്രം കഴുകണ പൈപ്പ് പോലെ ഷേപ്പിലുള്ള എന്തെങ്കിലും ഐറ്റം വയ്ക്കാം. അപ്പോൾ നമ്മളിങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു വാഷ് ബേസിൻ്റെ തൊട്ട് താഴെ ഒരു ഷെൽഫ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബോക്സിൽ സ്ഥലമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഷെൽഫ് കട്ട് ചെയ്യണം കേട്ടോ. നേരത്തെ കാണിച്ച അതേപോലെ തന്നെ ഒരു ഡോറ് കട്ട് ചെയ്തെടുത്തു. ഇത് ഒരു ഷെൽഫായിട്ട് ഒരു ഡോറുള്ളൊരു ഷെൽഫാണ് ഞാൻ പണിതത്. അപ്പോൾ ഒരു ഡോറ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു ഹാൻഡിൽ അതിനും പിടിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ഒരു ഡോറിന് ഹാൻഡിൽ നമുക്ക് പിടിപ്പിക്കാനായിട്ട് വേറൊരു ഐഡിയ എന്ന് വെച്ചാൽ ഈ ഡോറുമ്മ തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, ഒരു ചെറിയ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക, ചെറിയൊരു ഇത്. അപ്പോൾ നമുക്ക് അതിൽ കൂടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റും കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഹാൻഡിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കോർണറിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്താൽ തുറക്കാനും അടക്കാനും ഈസി ആയിരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കുഞ്ഞൊരു ഓവണാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയൊരു ബോക്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് അതിന് മുൻഭാഗത്ത് ഇങ്ങനൊരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ആ റെക്റ്റാങ്കിൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ സാധാരണ നമ്മൾ ഓവൻ്റെ ഷേപ്പ് ഒന്ന് ആലോചിച്ചാൽ മതി. അതിന് മുൻപിലെ ഡോറുമേ ഒരു ചില്ലുള്ള ഡോറ് പോലെയായിരിക്കും, നമുക്ക് ഉള്ളിലുള്ളത് കാണാൻ പറ്റും അല്ലേ, ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഓവൻ്റെ സ്വിച്ചായിട്ട് നമുക്ക് വരച്ചിട്ട് വെച്ചാൽ മതി സ്വിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിൽ ക്യാപ്പ് ഒട്ടിച്ചാലും മതി. പക്ഷേ എൻ്റെ കയ്യിലൊരു പഴയ കേടായ കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളൊരിക്കലും നല്ല ഐറ്റംസ് ഒന്നും കൊണ്ട് കളിക്കാൻ എടുക്കരുത് കേട്ടോ, പിന്നെ അവസാനം വീട്ടിൽ നിന്ന് ചീത്ത വെക്കും. അപ്പോൾ അങ്ങനെയും ചെയ്യരുത്. ഇനി നമ്മൾ ഈ ഒരു ഓവൻ്റെ ഡോർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനായിട്ട് ഇങ്ങനൊരു ഫ്രെയിം പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഒരു ഫ്രെയിം പോലെയാണ് ഈ ഡോർ ഇരിക്കുന്നത്. ഇനി ഫ്രെയിമിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ പ്ലാസ്റ്റിക് കവർ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ചില്ല് പോലെ തോന്നും, ഉള്ളിലുള്ളത് കാണാനും പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രെയിം നമ്മൾ ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട് ബോക്സിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡോറ് പോലെയായി. നമ്മൾ കാൽക്കുലേറ്റർ പിടിപ്പിച്ചുകൊണ്ട് ഒരു സ്വിച്ചുകൾ കുറേ ഉള്ള പോലെ ഒരു ഫീലിംഗ് കിട്ടി. ഇനി അതിന് പകരം ഒരു കാർഡ്ബോർഡുമ്മ സ്വിച്ച് വരച്ചിട്ട് വെച്ചാലും മതി, അതായാലും ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഓവണും റെഡി ആയിട്ടുണ്ട്. എല്ലാ ഡോറും ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുക, കാരണം ഈ ഡോർ അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും തുറന്നിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓവൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് മെഷീൻ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ചെറിയൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിരിക്കുന്നത്, അതുമ്പോൾ വൈറ്റ് പേപ്പർ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സെറ്റിൽ ശരിക്കും വാഷിംഗ് മെഷീൻ ഇല്ല കേട്ടോ, കിച്ചണിലുള്ളതായിട്ടല്ല, എന്നാലും എനിക്കത് ഉണ്ടാക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കണത്. ഇനി നമ്മൾ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഉണ്ടാക്കണം, അതായത് മുൻപിലോട്ട് ഡോറുള്ള വാഷിംഗ് മെഷീനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഒരു സർക്കിൾ നമ്മൾ വരച്ചു കൊടുത്തിട്ട് ആ സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നോർമൽ മോഡൽ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അതായത് മുകളിലോട്ട് ഡോറുള്ള വാഷിംഗ് മെഷീൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് ഭയങ്കര ഈസിയാണ്. മുകളിൽ കട്ടിങ് ഉണ്ടാക്കിയാൽ മതി.
ഇനി നമ്മൾ ഈ വാഷിംഗ് മെഷീനിൻ്റെ സർക്കിൾ കട്ട് ചെയ്തെടുത്ത സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡോറാണ്, ഒരു ഫ്രെയിം പോലെ ആയിട്ടുണ്ടത്. ഇനി ഈ സെൻറ്ററിലുള്ള സർക്കിളിൽ നമ്മൾ നേരത്തെ ഓവൻ്റെ ഡോർ ഉണ്ടാക്കിയപ്പോൾ ചെയ്ത അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനും ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ വാഷിംഗ് മെഷീനിൽ ശ്രദ്ധിച്ചാൽ കാണാം, മുൻഭാഗത്തൊരു ചില്ല് പോലെയാണ്, നമുക്ക് കാണാൻ പറ്റൂല എന്താ ഉള്ളിലുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഇനി നമ്മൾ ഈ ഒരു സർക്കിളിൽ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് സ്റ്റിക്ക് ചെയ്തിട്ട് അത് നമ്മളൊരു ഡോറ് പോലെ ഈ വാഷിംഗ് മെഷീനിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റത്തക്ക രീതിയിൽ ഈ രീതിയിൽ ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ബോട്ടിലിൻ്റെ ക്യാപ്പുകൾ ഒട്ടിച്ചു കൊടുക്കുക. അതെല്ലാം തന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് പോലെ തോന്നത്തക്ക രീതിയിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വാഷിംഗ് മെഷീനിൽ സാധാരണ അതിൽ ലിക്വിഡ് ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ ഇതുപോലൊരു ചെറിയ ഷെൽഫ് പോലെ ഉണ്ടായിരിക്കും. ഇതിനായിട്ട് തീപ്പെട്ടിയുടെ ബോക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബോക്സ് എടുക്കുക. തീപ്പെട്ടിയുടെ ബോക്സ് എടുക്കാവും നല്ലത്. അത് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ കോർണറിൽ കുറച്ച് സ്പേസ് കട്ട് ചെയ്തിട്ട് ഈ ബോക്സ് അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബോക്സിൻ്റെ മുൻഭാഗത്ത് ചെറിയൊരു ബോട്ടിലിൻ്റെ ക്യാപ്പോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ നമുക്ക് തുറക്കാനും അടയ്ക്കാനും എളുപ്പമായിരിക്കും ഈ കാണുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു സ്ലോട്ടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡിറ്റർജൻറ്റ് ഒഴിച്ചു കൊടുക്കുന്ന ഷെൽഫ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ കിച്ചൺ സെറ്റ് ഇവിടെ ഉണ്ടാക്കി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിവിടെ ഈ സൈഡിലായിട്ട് ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോത്തിലും നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ നമുക്കതിൽ വെക്കാം. പാത്രങ്ങളായാലും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ കളിക്കുന്നതൊക്കെ നമുക്കതിൽ കൊണ്ട് വെക്കാവുന്നതാണ്. ഇനി ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് വരച്ചിട്ട് പേപ്പറിൽ വരച്ച് കളർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും വെക്കാം. അപ്പോൾ നമ്മളിത് ഓരോ ഷെൽഫിൽ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കിച്ചൺ സെറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.